പാടലീപുത്രയിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ. തെരഞ്ഞെടുപ്പിൽ ആരു ജയിക്കും? കുരുക്ഷേത്ര കർമ്മഭൂമിയിൽ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടവാളേന്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ, ബീഹാറിന്റെ യുദ്ധഭൂമികയിൽ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടവാളേന്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. കൗരവ പാണ്ഡവ യുദ്ധം മഹാഭാരതത്തിന്റെ എല്ലാമാണ്. സമാനമായൊരു യുദ്ധം ബീഹാറിൽ നടക്കുകയാണ്. ധർമ്മവും അധർമ്മവും തമ്മിൽ. ധർമ്മത്തിന്റെ പടവാളേന്തിയ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ RJDയും ഇടതുകക്ഷികളും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അണിനിരക്കുന്നു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭൂമികയാണ് ഇപ്പോഴും ബീഹാർ. ഒരു ഭാഗത്ത് ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദൾ മകൻ തേജസ്വി യാദവ് നയിക്കുന്നു. റാന്തൽ അടയാളത്തിൽ അവർ വോട്ട് ചോദിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ്. അവർക്കൊപ്പം കൂട്ടിച്ചേർന്നിരിക്കുന്നത് BJP. രാംവിലാസ് പാസ്വാൻ നേതൃത്വം നൽകിയ, ഇപ്പോൾ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജൻശക്തി പാർട്ടി പാസ്വാൻ വിഭാഗം. ജിതിൻ റാം മാഞ്ചിയുടെ മറ്റൊരു പാർട്ടി. ഇതാണ് NDA പാളയത്തിലുള്ളത്. ഇപ്പുറത്ത് കോൺഗ്രസും RJDയും ഇടതുകക്ഷികളും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പ്രശാന്ത് കിഷോർ രണ്ടു മുന്നണികളെയും വെല്ലുവിളിക്കാൻ ഒരു കറുത്ത കുതിരയാകുമെന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് തേരു തെളിക്കുകയാണ്. ആർക്ക് അനുകൂലമായിരിക്കും ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയെന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയാം. എന്നാൽ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഭൂമികയിൽ നിന്ന് വരുന്ന വാർത്ത NDA സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല. ചിരാഗ് പാസ്വാൻ BJPയുമായി ഇപ്പോഴും തെറ്റി നിൽക്കുകയാണ്. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ജനതാദൾ യുണൈറ്റഡിനെയും നിതീഷ് കുമാറിനെയും സൈഡ് ലൈൻ ചെയ്ത് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതായത് ജനതാദൾ യുണൈറ്റഡിനെ സൈഡ് ലൈൻ ചെയ്യുന്നത്. BJPയേക്കാൾ ശക്തി ഇപ്പോഴും ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡിനും നിതീഷ് കുമാറിനും തന്നെയാണ്. ചിരാഗ് പാസ്വാനും അതോടൊപ്പം നിതീഷും ഒരുമിച്ച് പാലം വലിച്ചാൽ BJPയുടെ പല സ്ഥാനാർത്ഥികളും കെട്ടിവെച്ച കാശില്ലാതെ തോൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി RJDയുടെ നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് തേര് തെളിക്കുകയാണ്. അവിടെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ പെട്ടിയിലേക്ക് എത്തിയാൽ ബീഹാറിൽ NDAയുടെ കുത്തക തകർത്ത് ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ചൂണ്ടുപലകയായി മാറാനുള്ള സാധ്യതയുണ്ട്. വോട്ടധികാർ യാത്രയുമായി ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കളം നിറഞ്ഞ രാഹുൽ ഗാന്ധി, വോട്ടുമോഷണത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിയ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ മതേതരത്വത്തിന് മേൽ ഒരു കറുത്ത നിഴൽ വീഴുമെന്ന ഘട്ടമെത്തിയപ്പോൾ അതിനെതിരെ പ്രതിഷേധത്തിന്റെ, പ്രതിരോധത്തിന്റെ പടയണി തീർത്ത രാഹുൽ ഗാന്ധി. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഈ രാജ്യത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. ആ പോരാട്ടത്തിനകത്ത് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തീരുമാനിക്കേണ്ടത് ബീഹാറിലെ ജനങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമിക തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അച്ചടക്കമുള്ള പ്രവർത്തനത്തിലൂടെ എണ്ണയിട്ട യന്ത്രം കണക്കായ മുന്നോട്ട് പോകുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് ഒരു പടി മുൻതൂക്കം ഇപ്പോഴുള്ളത്. NDAയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും RJDയുടെ റാന്തൽ അടയാളപ്പെടുത്തിയ ഹരിത പതാകയും ഒരുമിച്ച് ബീഹാറിന്റെ കർഷക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം വോട്ടെണ്ണലിന് ശേഷം.